ഒന്നര നൂറ്റാണ്ടിനിടെ മാത്രം സംഭവിക്കുന്ന മഹാത്ഭുതത്തിന് സാക്ഷിയാവാൻ ജനലക്ഷങ്ങൾ പ്രയാഗ്രാജിലേക്ക് എത്തുകയാണ്. ത്രിവേണി സംഗമ പുണ്യം നുകരാൻ വിദേശികൾ ഉൾപ്പെടെ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തുകയാണ്. 3 നദികളുടെ സംഗമസ്ഥാനമായ ഗംഗ, യമുന, സരസ്വതി എന്ന നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ സ്നാനം നടത്തുന്ന സ്നാൻ ഘട്ടുകളാണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഗംഗാ നദിയാണിത്. ഗംഗാ നദിക്ക് വലിയ ശക്തമായ ഒഴുക്കാണ് നദിക്ക്. അതുകൊണ്ട് ഈ കാണുന്ന സ്നാൻ ഘട്ടിന് ഇപ്പുറത്തേക്ക് ആരെയും കയറ്റി വിടാതെ അവിടെ പോലീസിന്റെയും നേവിയുടെയും മറ്റും സുരക്ഷ ഒരുക്കിയാണ് ഈ സ്നാൻ ഘട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഹൈന്ദവ ആചാരം ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. കുംഭമേളയ്ക്ക് ഞാൻ ഇവിടെ ആദ്യമായിട്ടായിരുന്നു. ഇതെന്റെ കൂട്ടുകാരൻ മഹാരാഷ്ട്രനാണ്. ഞങ്ങള് നാളെ ഒരു കഴിഞ്ഞിട്ട് സംഗമത്തിൽ പോയിട്ട് പിന്നെ വാരണാസിക്ക് പോകും. വാരണാസിയിൽ നിന്ന് വീണ്ടും ഉജ്ജയിനി പോകും. ഉജ്ജയിനി ഞങ്ങൾ തിരിച്ചു പോകും. 140 വർഷത്തിന് ശേഷമുള്ള ഒരു കുംഭമേളയാണ്. കാരണം കോടിക്കണക്കിന് 40-45-50 കോടിയോളം ജനങ്ങൾ വരും ഇവിടെ. 10-20 കോടി ആളുകളൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നാണ് കണക്ക്. അപ്പൊ അവർക്കൊക്കെ ഇത്തരം സ്റ്റാൻ കട്ടുകൾ 12 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ നിന്ന് അവിടെ അങ്ങോട്ടേക്കും ആ പ്രദേശങ്ങളിലേക്കും ഒക്കെ 12 കിലോമീറ്റർ ദൂരത്തിലാണ് സ്നാനഘട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 20,000 ഹെക്ടർ സ്ഥലമാണ് ഇതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്നതും ഈ സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നതും മറ്റും. ഇപ്പൊ UP-യുടെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ ഒഴുകുന്നുണ്ട്. ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ തീർത്ഥാടകരുടെ ഒരു മഹാപ്രവാഹമായി നമുക്ക് ഈ റോഡിൽ കൂടിയൊന്നും നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളത്, നടക്കാൻ പോലുമുള്ള വഴിയില്ലാത്ത പോലെ, സൂചി കുത്താൻ ഇടമില്ല എന്ന് പറയുന്നത് പോലെയുള്ള മഹാപ്രവാഹമാണ് ജനങ്ങളുടെ. ഇതാണ് ഈ പ്രദേശത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, പ്രയാഗ്രാജ്.